വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ അറിഞ്ഞു കാണും വെനസ്വേലയിൽ സംഭവിക്കുന്ന നാടകീയ സംഭവങ്ങൾ. ആഴ്ചകൾക്ക് മുൻപും കരീബിയൻ തീരങ്ങളിൽ വലിയ തരത്തിൽ അമേരിക്കൻ പട്ടാളത്തിന്റെ കപ്പൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കും എന്ന് അന്ന് മദൂറ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. ഇന്ന് വീണ്ടും ഇത്തരത്തിൽ വലിയ തരത്തിൽ അവിടെ ബോംബാക്രമണം അമേരിക്ക നടത്തി. ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റിനെ ഭാര്യയും ബന്ദിയാക്കി എന്ന് ട്രംപ് പറയുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്താൻ കഴിയുക ഡോക്ടർ മോഹൻ വർഗീസ്? അത്യധികം സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് വെനസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം കടന്നു പോകുന്നത്. ഒരു സ്പാനിഷ് സംസ്കാരമുള്ള സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു രാജ്യം. ഏറെക്കാലം വെനസ്വേല ഒരു സോഷ്യലിസ്റ്റ് മോഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴും നിക്കോളാസ് മഡൂറോ, പഴയ ഹ്യൂഗോ ഷാവേസിന്റെ സോഷ്യലിസ്റ്റ് നയങ്ങൾ, ആന്റി അമേരിക്കൻ ഒരു നയങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എണ്ണ സമ്പന്നമായ ഒരു രാജ്യത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും ഏറെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്ന ജൈവികമായ പ്രതിഷേധം അത് മുതലെടുക്കുന്ന രീതിയിൽ അമേരിക്കയുടെ വക സഹായവും വെനസ്വേലയുടെ വിപ്ലവകാരികൾക്ക് അല്ലെങ്കിൽ പ്രതിവിപ്ലവകാരികൾക്ക് ലഭിച്ചു എന്നതൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഏതാനും ആഴ്ചകളായി അമേരിക്കയുടെ ഒരു ഭീഷണിയുണ്ട്. വെനസ്വേല വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. വെനസ്വേലയുടെ കയറ്റുമതി നിയന്ത്രിക്കാനായി ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്താനായി അമേരിക്കൻ കപ്പലുകൾ കരീബിയൻ കടലിടുക്കിൽ റാഗി പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം എതിരെ ശക്തമായ പ്രസ്താവനകളിലൂടെയായിരുന്നു നിക്കോളാസ് മദൂരോയും ഭരണകൂടവും പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴിതാ വൈകി വരുന്ന വാർത്തകൾ അനുസരിച്ച് നിക്കോളാസ് മദൂരോയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും അമേരിക്ക റാഞ്ചിയിരിക്കുന്നു എന്നും അമേരിക്കയുടെ തടവിലായിരിക്കുന്നു എന്നും തൽക്കാലത്തേക്ക് ബന്ദികളായി പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തലവനെയും ഭാര്യയെയും മറ്റൊരു രാജ്യം ബന്ദികളാക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വെനസ്വേലൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വെനസ്വേലയിലെ ജനങ്ങൾ അമേരിക്കക്കെതിരെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തണമെന്ന രീതിയിലാണ്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. കാരണം സൈന്യം എന്താണ്, വെനസ്വേലൻ സൈന്യം, ആ സൈന്യത്തിന് രാഷ്ട്രീയ നേതൃത്വത്തോട് ഇപ്പോഴും കൂറുണ്ടോ? മഡൂറോയുടെ കൂറ് പുലർത്തുന്ന സൈന്യമാണോ ഇപ്പോഴും ഉള്ളത്? അതോ ആ സൈന്യത്തെ തന്നെ അമേരിക്കയ്ക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ വലിയ നിശ്ചയമൊന്നുമില്ല. തികച്ചും കുഴഞ്ഞു പറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ആകെ അമ്പരം നിൽക്കുകയാണ്. കാരണം ഈ രൂപത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യും എന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അമേരിക്ക ഏതാനും കേന്ദ്രങ്ങളിൽ ബോംബിട്ടേക്കാം എന്നതിനുപരിയായി ഒരു രാജ്യത്തലവനെ ബന്ദിയാക്കി പിടിക്കുക എന്നതിലേക്ക് പോകും എന്നൊരു ചിന്ത ഇല്ലായിരുന്നു. സമാനമായ സാഹചര്യം ഇറാനിലും ഉരുത്തിരിയുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തിനെതിരെ ആയിട്ടുള്ള അലി ഖമേനിക്കും മസൂദ് പെസഷ്കിയാനുമെതിരെ ഉണ്ടാകുന്ന ടെഹ്റാനിലും ഒക്കെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾക്ക് അമേരിക്ക വലിയ തോതിലുള്ള സഹായമാണ് ചെയ്യുന്നത്. അപ്പോഴും അവിടെയും ഒരു ഭരണകൂട മാറ്റം ആ രാജ്യത്തെ ആളുകളെ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാം എന്ന ചിന്തയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇതൊരു പാറ്റേൺ കാണാം. ലോകത്ത് അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത ഭരണകൂടങ്ങൾക്കെല്ലാം എതിരെ ജൈവികമായി അവിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭത്തെ സഹായിക്കുകയും അത് ഫലിക്കുന്നില്ല എങ്കിൽ നേരിട്ടുള്ളൊരു സൈനിക നടപടി, ടെഹ്റാനിലും നേരിട്ടുള്ളൊരു സൈനിക നടപടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഗ്ലോബൽ സ്കീം ഓഫ് തിങ്സിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് നീങ്ങിയിരിക്കുന്നു, കരീബിയൻ മേഖലയിലേക്ക്. വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചത്.